ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യോക്ക് ഭാഗത്ത് പ്ലീറ്റ് വരുന്ന ഒരു നൈറ്റി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബ് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് സാധാരണ നമ്മൾ ഫ്രണ്ടും ബാക്കും ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കറക്റ്റ് ലെങ്ത്തും പ്ലസ് ഒരു 3 ഇഞ്ചാണ് കൂടുതലെടുത്തത് നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ കറക്റ്റ് ലെങ്ത്തിലാണ് ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഈ തുണി. നിങ്ങളും ലെങ്ത്ത് എടുക്കുമ്പോൾ ലെങ്ത്ത് പ്ലസ് ഒരു 3 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ താഴെ മടക്കി തയ്ക്കാനും അതുപോലെ തന്നെ യോക്ക് സൈഡിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സീം എലവൻസ് വേണം. അപ്പോൾ അതിനായിട്ടൊക്കെ ഉള്ള തയ്യൽ തുമ്പാണ് ഈ 3 ഇഞ്ച് കൂടുതൽ എടുക്കാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ഹാഫ് നമ്മൾ 14 വെച്ചിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. മുകളിൽ തന്നെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ താഴത്തോട്ടും ആ സെയിം അളവ് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് താഴത്തോട്ട് വരച്ചു കൊടുക്കാം. ഞാൻ 7 ഇഞ്ച് എടുത്ത സെയിം അളവ് തന്നെ താഴത്തോട്ടും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലെങ്ത്ത് എടുത്തതിൻ്റെ താഴത്തുനിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് നമ്മളവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ വണ്ണം കൂടുന്നതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് തൊട്ട് 2, 2.5, 3 ഇഞ്ച് വരെയൊക്കെ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. അടുത്തത് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അത് മുകളിൽ നിന്ന് തന്നെ തൊട്ട് നമുക്ക് എത്ര ലെങ്ത്ത് യോക്കിന് വേണമെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് കൊടുക്കാം. നമുക്ക് ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടുതലെടുക്കുക. ഞാനിപ്പോൾ ഒരു 9.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. 9.5, 10 ഇഷ്ടമുള്ള അത്ര ലെങ്ത്തിൽ നമ്മൾ എടുക്കുക. ലെങ്ത്ത് എടുത്തതിൻ്റെ ഒപ്പം ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു 1.5 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്തല്ലോ, അതുമെന്ന് നമ്മൾ ഇപ്പോൾ ഈ എടുത്ത യോക്ക് ലെങ്ത്തുമ്മയ്ക്ക് നമ്മൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കറക്റ്റ് ഷേപ്പ് വരച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ചെയ്യണ പോലെ തന്നെ നമ്മൾ അത് കുഴിച്ച് വരച്ച് കൊടുക്കുക. അപ്പം നമുക്കിവിടെ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് ഹാഫാണ് നമ്മൾക്കിപ്പോൾ വരുന്നുള്ളൂ. ബാക്കി ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് വേറെ വരച്ചെടുക്കണം. ബാക്കി നമ്മളിതിൽ ഇനി പ്ലീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചെയ്യുന്നത് നെക്ക് വിട്ട് അതുപോലെ തന്നെ നെക്ക് ലെങ്ത്താണ് വേണ്ടത്. എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3.5 ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് ലെങ്ത്തിൻ്റെയും മാർക്ക് ചെയ്ത് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു സ്ലോപ്പ് പോലെ നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളിനി നേരെ നമ്മൾ ആ തുണി എത്ര വീതിയുണ്ടോ അവിടേക്ക് നേരെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ പകുതി അളവ് വരെ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമുക്ക് ആം ഹോൾ ഫുള്ള് കിട്ടണമെങ്കിൽ നമുക്ക് അറ്റത്ത് നമുക്കിനി ആം ഹോളിൻ്റെ ബാക്കി നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് അറ്റത്തുനിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ ടാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അറ്റത്തുനിന്ന് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിന് താഴത്തോട്ട് സെയിം തന്നെ ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ അറ്റത്തുനിന്ന് 1.5 ഇഞ്ചും അതുപോലെ തന്നെ അതുമെന്ന് താഴത്തോട്ട് 1.5 ഇഞ്ചും കൊടുക്കുമ്പോൾ നമുക്കൊരു ബോക്സ് പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആ വരച്ച ആ ലൈനിൽ നിന്ന് തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. അത് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൽ ആം ഹോളിൻ്റെ ബാക്കിയാണ് നമ്മൾ അതുമ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സാധാരണ നമ്മൾ ആം ഹോൾ വരയ്ക്കുന്ന പോലെ തന്നെ അവിടെ നമ്മൾ ആ 2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് വരച്ചല്ലോ, അപ്പോൾ അതുമെന്ന് തന്നെ നമ്മൾ ആം ഹോളിൻ്റെ കുഴിച്ച് നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ അതുമ ബാക്കി വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോള് ആ 1.5 ഇഞ്ച് നമ്മൾ താഴത്തോട്ടൊരു ബോക്സ് പോലെ വരച്ചല്ലോ, അതുമെന്ന് കുഴിച്ചിട്ട് നമ്മൾ പിന്നെ ആം ഹോൾ ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ നമ്മൾ ആ 2 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതുമെന്ന് നമ്മൾ താഴത്തോട്ട് ആ വരച്ച ലൈനിലേക്ക് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. അപ്പം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സൈഡിലൊരു ബാലൻസ് വരുന്നുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മളിനി സ്ലീവിലുള്ളത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്.
ഇനി നമുക്കിത് മാർക്ക് ചെയ്യലൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് ഈ ഷേപ്പിൽ കൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ 2 ഇഞ്ച് ഷേപ്പ് വരച്ചല്ലോ അതുമെന്നാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നമുക്ക് കണ്ട് ഇതാണ് നമുക്ക് ബാക്കിയുള്ള ആം ഹോളിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വരെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തെ ഈ ഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ മുകളിലത്തെ പീസും ഉണ്ടല്ലോ ആ പീസിൻ്റെയും സെൻറ്റർ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമ്മൾ ഈ ഷേപ്പ് മുകളിലത്തെ നമ്മളുടെ യോക്കിൻ്റെ ഷേപ്പിലും നമ്മൾ കറക്റ്റ് ഇതുപോലെ തന്നെ ഷേപ്പുമ്പോൾ കൂടെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലത്തെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ ഒരു പീസുമ്പോൾ തന്നെയാണ് ഫ്രണ്ടും ബാക്കും നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഷോൾഡർ നമ്മളൊരു സ്ലോപ്പ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലത്തെ നെക്ക് ഒരെണ്ണം നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ പീസിൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ടിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരെണ്ണം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മറ്റേ പീസിൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് തുണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് പിന്നെ നമ്മളുടെ താഴത്തോട്ട് നമുക്ക് ഫ്രില്ല് ചെയ്ത് കൊടുക്കാനുള്ള ബാക്കി ഭാഗങ്ങൾ. പിന്നെ ഇതാണ് നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മളിതിൽ സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ റൗണ്ട് ഫുള്ള് മാർക്ക് ചെയ്ത് സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യോക്കുകൾ അതുപോലെ തന്നെ താഴെ വയ്ക്കുന്ന ഭാഗങ്ങൾ സ്ലീവ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് യോക്കും അതുപോലെ തന്നെ ബാക്ക് യോക്കും കൂടി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഇത് നമുക്ക് നെക്ക് നമ്മൾ ഫുള്ള് റൗണ്ടായിട്ട് നമ്മൾ ഫുള്ള് ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ ഒരുമിച്ച് ക്രോസ് പീസുകളുണ്ടല്ലോ പീസ് വെച്ചിട്ട് നമുക്ക് മടക്കി നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തതിൽ തന്നെ ഇതുപോലെ സൈഡിൽ നിന്ന് നമുക്ക് ബാലൻസ് ഇങ്ങനെ ചെറിയ പീസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്കിൽ അത് ഒരു 1/4 ഇഞ്ച് ഇതിൽ അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ അടിച്ചതിന് ശേഷം പിന്നെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അടിച്ചതിന് ശേഷം പിന്നെ ഉള്ളിലേക്ക് അത് മടക്കി വെച്ചിട്ട് ഒരു തയ്യലും കൂടി നമ്മൾ പതിപ്പിച്ച് അടിച്ചു കൊടുക്കുക. നമുക്ക് നെക്ക് ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ നമുക്ക് അതിൻ്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സൈഡിൽ നമ്മൾ ആദ്യം ഈ ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ഒരു 3-3.5 ഇഞ്ചിൽ നമുക്ക് താഴെ നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് 2 ഭാഗത്തുനിന്നും സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ചിൽ നമ്മളത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ടാപ്പ് എടുത്ത് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലൊന്ന് സൈഡ് മാത്രം കേട്ടോ 2 ഭാഗത്തെ സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ബാലൻസ് തുണി ഉണ്ടല്ലോ ആ തുണിയിലാണ് നമ്മൾ പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ വെട്ടിയോടത്തും അതുപോലെ തന്നെ താഴത്തെ പീസ് വെട്ടിയപ്പോൾ നമ്മൾ സെൻറ്റർ കണക്കാക്കി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ ഒപ്പത്തിന് പിടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ 2 സൈഡിൽ നമുക്ക് നിൽക്കണം എത്രത്തോളം തുണിയുണ്ടോ അത് നമുക്ക് പ്ലീറ്റ് ഇട്ട് നമുക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ അറ്റത്ത് നമ്മൾ 3 അല്ലെങ്കിൽ 3.5 ഇഞ്ചിലോ നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സെൻറ്റർ 2 എണ്ണത്തിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായല്ലോ അതിങ്ങനെ നമ്മൾ ഒപ്പത്തിന് പിടിക്കുക. അത് ഒപ്പത്തിന് പിടിക്കുമ്പോൾ നമുക്കുണ്ട് ഇതിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ബാലൻസ് തുണികളുണ്ട്. അപ്പോൾ ആ തുണിയിൽ നമ്മൾ കറക്റ്റ് ഫ്ലീറ്റ് എത്രയാണെന്ന് അതിൽ വരുന്നതിനനുസരിച്ച് നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ഒന്ന് ഹെമ്മിങ് ചെയ്തിട്ട് നമുക്ക് നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചതിന് ശേഷം പിന്നെ പതിപ്പിച്ച് നമ്മൾ ഒന്ന് അതിൻ്റെ പുറത്തു കൂടിയും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ സ്ലീവിൻ്റെ അടിഭാഗം മടക്കി നമ്മൾ തയ്ച്ചു. ബോഡിയുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു. സ്ലീവ് നമ്മുടെ ആം ഹോളിൽ പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ച് നമ്മൾ അടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സ്ലീവും അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് നമ്മൾ താഴത്തോട്ടും നമ്മളുടെ മെഷർമെൻറ്റിനനുസരിച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കുക. ബാക്കി പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം
പിന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ 2 മടക്ക് മടക്കിയിട്ട് നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഫുൾ റൗണ്ട് നമ്മൾ മടക്കി തയ്ക്കുകയാണ്. പിന്നെ നമ്മൾ താഴെ ഇതുപോലെ 2 മടക്ക് മടക്കിയിട്ട് നമ്മൾ അരികത്ത് കൂടെ നമ്മൾ ഫുൾ റൗണ്ട് അതിൻ്റെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടും ബാക്കും പ്ലീറ്റ് വരുന്ന നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.